ഹിസ്റ്ററി റിമെമ്പേഴ്സ് ഹീറോസ് എന്ന് പറയുന്നത് എന്ത് ശരിയല്ലേ. നമ്മളെപ്പോഴും വലിയ വലിയ പദവിയിലെത്തിയ ആൾക്കാരെയാണ് എപ്പോഴും ഓർക്കുന്നത്. രാജാക്കന്മാരാവാം, വലിയ വലിയ യോദ്ധാക്കന്മാരാവാം, വലിയ പൊസിഷനിലെത്തിയ ആൾക്കാരെ നമ്മളെപ്പോഴും ഓർത്തിരിക്കും. അവരുടെ പേരറിയാം, അവരുടെ കാര്യങ്ങളറിയാം. പക്ഷേ നമ്മളൊന്ന് ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ രാജാക്കന്മാരും ഈ നല്ല ലെവലിലെത്തുന്ന ഈ ഫൈറ്റേഴ്സൊക്കെ അവർക്ക് എപ്പോഴും ഒരു ഹെൽപ്പർ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ട്രെയിനർ, ഒരു മെൻറ്റർ. പക്ഷേ ഒരു ഒരു കോച്ച്, അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ അവരുടെ പേര് പോലും അറിയില്ല ആർക്കും. പക്ഷെ അവരാണ് ഒരു സൈലന്റ് സപ്പോർട്ട്. ഇപ്പം രാമായണത്തിൽ തന്നെ നമുക്ക് ഹനുമാനെ എല്ലാവർക്കും അറിയാം. ഇപ്പം ഇത് ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാനെയും, ലങ്ക കത്തിച്ച് കളഞ്ഞ ഹനുമാനെയും, സീതാദേവിയെ രക്ഷിച്ച ഹനുമാനെ ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ രാമായണത്തിൽ ഒരു 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 സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഹെൽപ്പില്ലാണ്ട് ഒരിക്കലും ഹനുമാൻ ശ്രീരാമനെ കണ്ടുമുട്ടാൻ പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ഒരു രീതിയിലും ഒരു വഴി ഉണ്ടായിരുന്നില്ല. ആ ലേഡിയുടെ പേരാണ്, ആ സ്ത്രീയുടെ പേരാണ് ശബരി. നമ്മൾ ചില ആൾക്കാർക്ക് ആ ശബരി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ സിഗ്നിഫിക്കൻസും അവരുടെ ആ റോളും നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശബരിയെ പറ്റി കുറച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ശബരിയെ മനസ്സിലാക്കുന്നതിനേക്കാളും മുന്നേ നമുക്ക് ശ്രീരാമൻ്റെ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാം. അപ്പം ശ്രീരാമന് ഓൾറെഡി 14 വർഷത്തെ വനവാസം ആക്സെപ്റ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. ശ്രീരാമൻ്റെ അച്ഛൻ ആയ ദശരഥൻ മരിച്ചു. ശ്രീരാമൻ്റെ ഭാര്യയെ രാവണൻ കൊണ്ടുപോയി. അത് അറിഞ്ഞിട്ടില്ല, കാണാനില്ല എന്നേ അറിയുന്നു. അപ്പം ആ ഒരു വിഷമത്തിലിരിക്കുവാണ് ശ്രീരാമൻ. നമ്മളിപ്പം അറിയുന്ന ഒരു രാജാവ് അല്ല, ഒരു യോദ്ധാവുമല്ല ശ്രീരാമൻ. ശ്രീരാമൻ ഒരു സാധാ മനുഷ്യൻ. സ്വന്തം ഭാര്യയെ, കാണാണ്ടായി പോയ ഭാര്യയെ തപ്പുകയാണ് ചെയ്യുന്നത്. അപ്പം വാൽമീകി ഈ ഒരു സീനിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം പറയുന്നുണ്ട്, ശ്രീരാമൻ കാണുന്ന എല്ലാ ഫ്ലവേഴ്സിനെയും, എല്ലാ മരത്തിനെയും, എല്ലാ മൗണ്ടൻസിനെയും ഒക്കെ നോക്കിയിട്ട് ചോദിക്കുവാണ്, എൻ്റെ സീതയെ കണ്ടോ, നിങ്ങൾ എൻ്റെ സീതയെ കണ്ടോ എന്ന്. അത്രത്തോളം ഇന്നസെൻ്റ് ആയിട്ടാണ് ആ ശ്രീരാമൻ സ്വന്തം ഭാര്യയെ അന്വേഷിക്കുന്നത്. അപ്പം ശ്രീരാമൻ്റെ കൂടെ നടക്കുന്ന ലക്ഷ്മണനാണെങ്കിലും ഭയങ്കര വിഷമമാണ്. 2 രീതിയിലെ വിഷമ ലക്ഷ്മണന്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രീരാമൻ അവിടെ നിന്ന് മാറിയപ്പോൾ ലക്ഷ്മണനോടാണ് സീതയെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാണ്ട് നോക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷേ കുറച്ചു നേരമായിട്ട് ശ്രീരാമനെ കാണാണ്ടാവുമ്പം സീതാദേവിയാണ് ലക്ഷ്മണനോട് പറയുന്നത്, ഒന്ന് പോയി നോക്കിയിട്ട് വാ. അപ്പോൾ ലക്ഷ്മണന് ഇപ്പോൾ വിഷമാവുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് വിട്ടുപോയ. അപ്പോൾ ലക്ഷ്മണന് വിഷമാവുകയാണ് ചെയ്യുന്നത്, ഞാൻ സീതാദേവിയെ ഒറ്റയ്ക്ക് വിട്ടുപോയ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അതുമാത്രമല്ല, സ്വന്തം ബ്രദറിന് ഇത്രയും വിഷമം വരാനുള്ള ഒരു റീസൺ ലക്ഷ്മണനായോ എന്നുള്ളൊരു എന്താ പറയുക. അതുമാത്രമല്ല, സ്വന്തം ചേട്ടന് ഇത്രത്തോളം വിഷമം, ഇത്രത്തോളം ഗ്രീഫ് അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു റീസൺ ലക്ഷ്മണൻ തന്നെ ഉണ്ടാക്കി കൊടുത്തല്ലോ എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ശ്രീരാമനും ലക്ഷ്മണനും. അപ്പോഴാണ് ഇവർ ശബരി താമസിക്കുന്ന ആ ഒരു വനത്തിലേക്ക് വരുന്നത്. ശബരി ഒരു റാണിയോ ഇല്ലെങ്കിൽ
റോയൽ ഫാമിലി എന്നുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. അവർ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. അപ്പം കഥ പല സ്റ്റോറീസ് ഉണ്ട് ഇവരെ പറ്റി. ശബരിയുടെ കല്യാണത്തിൻ്റെ ആ രാത്രി അവർ അവരുടെ വില്ലേജ്, അവരുടെ നാട്ടിൽ നിന്ന് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ബിക്കോസ് അന്നത്തെ കാലത്തൊക്കെ ഒരു കല്യാണം നടത്തുന്ന സമയത്ത് ഒരുപാട് ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവര് കുറേ നടന്ന് എത്തിയത് ഒരു കാട്ടിലായിരുന്നു. കാട്ടിലെ ഒരു മുനിയുടെ ഒരു ആശ്രമത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പം ശബരി ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിന്നായ കാരണം അവരെപ്പോഴും ആശ്രമത്തിലേക്ക് പോകാനുള്ള അവർക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അവർ വിചാരിച്ച് അവരുടെ ആ ഒരു ക്ലാസ് ഭയങ്കര കുറവാണ്, അപ്പം അവരെ ചീത്ത പറയുമോ ഇല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് കാരണം ഒരിക്കലും ആശ്രമത്തിനുള്ളിലേക്ക് പോയില്ല. മുനി മാതംഗ മുനിയുടെ ആശ്രമത്തിൻ്റെ അടുത്തായിരുന്നു എത്തിയത്. അപ്പം പക്ഷേ ശബരിക്ക് അവിടെ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എല്ലാ മുനിമാരും ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശബരി എന്നും ആ സ്ഥലം ഒക്കെ വൃത്തിയാക്കും. അവർ നടന്നു പോകുന്ന വഴി വൃത്തിയാക്കും. കല്ലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റും, വെള്ളം എടുത്ത് വയ്ക്കും, എല്ലാം റെഡിയാക്കി വയ്ക്കും. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നേക്കാളും മുന്നേ ഇതൊക്കെ ചെയ്തിട്ട് അവരവിടെ മാറും. അപ്പം ഇങ്ങനെ എന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസം മാതംഗ മുനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അവരുടെ സ്റ്റുഡൻസിനോട് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ശബരി എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർ എന്താ പറയുക, ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പം മാതംഗ മുനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്നിട്ട് ഈ മുനി ശബരിയെ ആ ആശ്രമത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത് ഒരാളുടെ ഡിവോഷൻ, അതായത് ആ ഒരു പ്രാർത്ഥനയിലുള്ള ഒരു ശക്തി ഒരാളുടെ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ കാസ്റ്റ് അല്ല ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവരുടെ ഒരു എന്താ പറയുക, കളങ്കമില്ലാത്ത ഒരു ഇമോഷൻ, അതാണ് വാല്യൂബിൾ. ആ ഒരു കാര്യമായിരുന്നു ശബരിയുടെ ലൈഫിലെ ഭയങ്കര ടേണിംഗ് പോയിന്റ്. അന്നോട്ട് ശബരി ആ ആശ്രമത്തിലെ മുനി മാതംഗ മുനിയുടെ ഏറ്റവും വലിയ ഡിവോട്ടിയായി മാറി കേട്ടോ. അപ്പം ആരും ചോദിക്കാണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡ് കൊണ്ടുവരിക, വെള്ളം കൊണ്ടുവരിക, സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, എല്ലാ രീതിയിലും ആ മുനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. മാതംഗ മുനിക്ക് വയസ്സായി, അവർ മരിക്കാറായി എന്ന് മുനിക്ക് മനസ്സിലായപ്പം അവരുടെ ബാക്കി സ്റ്റുഡൻസൊക്കെ ആശ്രമത്തിൽ നിന്ന് വിട്ട് പോയി തുടങ്ങി. അപ്പോഴാണ് ഈ മുനി ശബരിയെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകരുത്, രാമൻ ഒരു ദിവസം ഇങ്ങോട്ട് വരും, അത്രേ പറയുന്നുള്ളൂ. എന്ന് വരും, എന്തിനു വരും, എപ്പോൾ വരും എന്നൊന്നും പറയുന്നില്ല. ആൻഡ് ശബരി ഒരിക്കലും ചോദിച്ചില്ല അതിനെപ്പറ്റി, വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്ന് തൊട്ട് ആ കാത്തിരിപ്പ് സ്റ്റാർട്ടായി. എല്ലാ ദിവസവും ശബരി രാവിലെ എണീറ്റ് വീടൊക്കെ ക്ലീൻ ചെയ്ത് ശ്രീരാമൻ ഗസ്റ്റായിട്ട് വരുന്നത് നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. കാട്ടിലേക്ക് നോക്കുക, വരുന്നുണ്ടോ എന്ന്. കുറേ കാലങ്ങൾ കഴിഞ്ഞു, കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ശബരി അന്ന് യങ് ആയിരുന്ന ശബരി ഇപ്പം വയസ്സായി തുടങ്ങി, മുടിയൊക്കെ വെളുത്തു, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. എന്നിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല. രാവിലെ എന്നും എണീക്കും, വീടൊക്കെ ക്ലീൻ ചെയ്യും, ഗസ്റ്റിന് വേണ്ടി ഫ്രൂട്ട്സും വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുവാണ്. ആ കാത്തിരിപ്പ് അപ്പോഴും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് 10 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞ ഡെലിവറി നമുക്ക് 11 മിനിറ്റ് ആയിട്ടും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ദേഷ്യവും എന്താ പറയുക, വെപ്രാളവും, ഒരു രീതിയിൽ ആക്സെപ്റ്റൻസ് ഇല്ല. നമ്മൾ ഫോൺ വിളിക്കുന്നു, കംപ്ലൈൻറ്റ് ചെയ്യുന്നു, അതൊക്കെയല്ലേ നമ്മുടെ സിറ്റുവേഷൻ. പിന്നെ എന്താ പറയുക,
പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 2 മാസമായി കഴിഞ്ഞിട്ട് പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇമെയിൽ അയക്കുന്നു, കംപ്ലൈൻറ്റ് ചെയ്യുന്നു, വേറെ ജോലി തപ്പുന്നു. അപ്പം ആ ഒരു സമയം കൊടുത്തിട്ട് പോലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അത് നമ്മൾ ആലോചിക്കണം. അപ്പം ശബരി ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ആ ഒരു വിശ്വാസപ്പുറത്താണ്. ഇത് സംഭവിക്കും എന്നുള്ളൊരു വിശ്വാസം കാരണം ഡേ 1 തൊട്ട് ചെയ്യുന്ന കാര്യം ഇപ്പോഴും അത്രയും ഡിസിപ്ലിൻ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ദിവസം ശബരി ഇങ്ങനെ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിച്ചു വാരിക്കൊണ്ടിരിക്കുക ആശ്രമത്തിന് പുറമെ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പം ആദ്യം ഇങ്ങനെ തോന്നലാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് 2 ആൾക്കാർ നടക്കുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം 2 രാജാക്കന്മാര്. അവരുടെ കാലിമൊക്കെ ഭയങ്കര മണ്ണും പൊടിയാണ്. കയ്യുമ്മേ അമ്പും വില്ലും പിടിച്ചിട്ടുണ്ട് ഷോൾഡേഴ്സിൽ. കണ്ട ഉടനെ ശബരിക്ക് മനസ്സിലായി. ഇത് ശ്രീരാമനാണെന്ന്. ശ്രീരാമൻ ആണെന്ന് മനസ്സിലായതും അവരുടെ കാൽക്കിൽ വീണ് ഒരുപാട് കരഞ്ഞു. അന്നാണ് ശരിക്ക് ഒരു പേർപ്പസ് കിട്ടിയത്. അന്ന് തൊട്ട് ശബരി എത്ര കാലം തൊട്ട് ഓടി നടക്കുകയാണ് ഒരു പേർപ്പസ് ഇല്ലാണ്ട്. പക്ഷേ ആ ഒരു പേർപ്പസ് ഇന്ന് കിട്ടി എന്നാണ് ശബരിക്ക് തോന്നുന്നത്. അപ്പം പെട്ടെന്ന് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും കാലൊക്കെ കുറേ കഴുകി അവരെ ഇരുത്തി. അവർക്ക് വേണ്ടി അവർ ഗസ്റ്റാണ്. അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ കുറേ ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭഗവാന് ചെയ്യുന്ന പോലെ തന്നെ ഒരു പൂജ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കൈയും കാലൊക്കെ കഴുകി വിളക്ക് കൊളുത്തി പൂവും ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ശബരിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെയാണ് നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു ശബരിയുടെ ഒരു കഥ. അപ്പം ശരിക്കും ആ ഫ്രൂട്ട്സ് കൊണ്ടുവന്നത് ഫോറസ്റ്റ് നിന്നായിരുന്നല്ലോ, ഒരു കാട്ടിൽ നിന്നായിരുന്നു ഈ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നത്. അപ്പം അവരുടെ ആ ഫീലിംഗ്, അവരുടെ ഗസ്റ്റിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് എന്ത് പ്യുവർ ആണെന്ന് നമുക്ക് ഇപ്പം മനസ്സിലാവും. ബിക്കോസ് ശ്രീരാമന് കൊടുക്കുന്ന ഒരേ ഫലം, ഒരേ ഫ്രൂട്ട് സ്വന്തം അവർ തന്നെത്താൻ കടിച്ചു നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് മധുരമുള്ള ഫ്രൂട്ട്സ് മാത്രം ശ്രീരാമന് കൊടുക്കണം, മധുരമില്ലാത്ത പുളിയുള്ളതൊന്നും കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മധുരമുള്ളത് മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു കഥ ശരിക്ക് വാൽമീകി രാമായണത്തിലില്ല കേട്ടോ. രാമചരിത്രമാനസിലാണ് ഇതിനെ ഒരു ഭയങ്കര പ്യുവർ ഡിവോഷനായിട്ട് ആൾക്കാർ പറയുന്നത്. അപ്പം നമ്മുടെ ജനറേഷന് പോലും ഈ കഥ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അമ്മമാർ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ. അപ്പം ഫുഡ് ടേസ്റ്റി ആണോ എന്ന് നമ്മൾ നോക്കിയിട്ടായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. ഫുഡ് ചൂട് കൂടുതലാണോ ഓക്കെ ആണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീരാമന് ഒരു അമ്മയുടെ സ്നേഹമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ലക്ഷ്മണന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലക്ഷ്മണൻ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയല്ലല്ലോ, നമ്മളൊരാൾക്ക് ഫുഡ് കൊടുക്കുമ്പം ഓഫർ ചെയ്യുമല്ലേ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ കഴിച്ച ഇച്ചിലാണോ കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ശ്രീരാമൻ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ശബരി കൊടുക്കുന്ന ഓരോ ഫുഡ് കഴിച്ചു എന്നാണ് പറയുന്നത്. ശ്രീരാമൻ ഇതിൽ പ്യുവർ ലവ്, അതായത് ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാണ്ടാണ് കഴിച്ചത്. ഇപ്പം അവർ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, ഇല്ലെങ്കിൽ അവർ തരുന്ന ഫുഡ് ഇച്ചിലാണ് എന്നൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല അത് കഴിച്ചത്. അപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് സ്നേഹം തരുന്ന ഒരാൾ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല, അവരുടെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശബരി സുഗ്രീവനെ പറ്റി പറയുന്നത്. ഋഷ്യമുഖ പർവ്വതത്തിൽ താമസിക്കുന്ന ഈ രാജാവ്, വാനര രാജാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ആ സുഗ്രീവനോട് പോയി മീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കുമ്പം ഇറ്റ് മേക്ക് സെൻസ്. സുഗ്രീവനെ മീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഹനുമാനെ മീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹനുമാനെ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും സീതാദേവിയെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. സീതാദേവിയെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ യുദ്ധം ഉണ്ടാവില്ല, രാവണനെ കൊല്ലാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഹിസ്റ്ററി ഇപ്പോഴും ഓർത്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കില്ലായിരുന്നു. അപ്പം ശബരി ചെയ്ത എല്ലാ ഹെൽപ്പിനു വേണ്ടിയും ശ്രീരാമൻ തിരിച്ചൊരു കാര്യം കൊടുത്തു. ശരിക്ക് ആദ്യം പറഞ്ഞ പോലെ ശബരിക്ക് ഇതുവരെ ഒരു പേർപ്പസ് ഉണ്ടായിരുന്നില്ല. അപ്പം അവർക്കുള്ള സ്നേഹവും ഡിവോഷനും ഭക്തിയും എല്ലാം ശ്രീരാമനെ കാണിച്ചപ്പം ശ്രീരാമൻ അവരെ അനുഗ്രഹിച്ചു, മോക്ഷം കൊടുത്തു. അപ്പം ഇനി ശബരിക്കൊന്നും നേടാനില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ മുനിമാരും ഋഷിമാരൊക്കെ അവർക്ക് ഓൾറെഡി എല്ലാം ഒരു പീസ് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അപ്പോൾ അവർക്ക് മരിക്കാനുള്ള ഒരു പേടിയില്ല, അവരുടെ പേർപ്പസ് അവർക്ക് കിട്ടി. അങ്ങനെ തന്നെ ശബരിക്ക് ആ ഒരു പേർപ്പസ് കിട്ടിയപ്പോൾ അവർ പീസ്ഫുള്ളി സമാധാനമായിട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇതായിരുന്നു ശബരിയുടെ ഒരു കഥ. ശബരിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ ഈ കഥയിൽ. പക്ഷേ ഇപ്പം നമ്മൾ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാൻ എന്നൊക്കെ പറയുന്ന പോലെ ശബരിയുടെ ആ ഒരു ക്യാരക്ടർ നമ്മൾ എപ്പോഴും അങ്ങനെ കേൾക്കാറില്ല അല്ലേ? അപ്പം എല്ലാവർക്കും ശബരി പോലത്തെ ഒരാൾ ലൈഫിലുണ്ടാവും കേട്ടോ. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടി ചെയർ ചെയ്യുന്ന ആൾ, നമ്മുടെ ഒരു മെൻറ്റർ, നമ്മുടെ ഒരു ട്രെയിനർ, നമ്മുടെ ഒരു കോച്ച്, നമ്മളിന്ന് പുഷ് ചെയ്ത് വിടുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർ നമ്മൾ അറിയാണ്ട് പോലും ഒരു രീതിയിലും എന്താ പറയുക വിഷമിപ്പിക്കാണ്ട് നോക്കുക. അവർക്ക് അർഹിക്കുന്ന ആ ഒരു വാല്യൂ അവർക്ക് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.